Hello students, Research Methodology Part 2 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ റിസർച്ച് മെത്തഡോളജി എന്തിനാണ് പഠിക്കുന്നത്, അതിൻ്റെ റെലവൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമുക്കിനി മനസ്സിലാക്കേണ്ടത് പല തരത്തിലുള്ള റിസർച്ചുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അതായത് ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നൊരു പ്രോസസ്സ് പല തരത്തിലുണ്ട്. അതിന് പ്രധാനമായിട്ടും നമുക്ക് 4 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. 4 കാറ്റഗറി പറഞ്ഞാൽ ഓരോന്നും നമ്മൾ റിസർച്ചിനെ എന്ത് അടിസ്ഥാനത്തിൽ തിരിക്കുന്നു എന്ന രീതിയിൽ 4 തരത്തിൽ നമുക്ക് ആ ക്ലാസിഫിക്കേഷന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലിറ്റിക്കൽ. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എന്താണ് അനലിറ്റിക്കൽ റിസർച്ച്? ഈ വേഴ്സസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 2 തരം റിസർച്ച് പ്രോസസ്സുകൾ പരസ്പരം ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള അപ്രോച്ചാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ഒരു ക്ലാസ് ഓഫ് റിസർച്ചിന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നും അതിന് അപ്പുറം മറ്റൊരു തരത്തിലുള്ള റിസർച്ച് ഉണ്ട്, അതിന് നമ്മൾ അനലിറ്റിക്കൽ റിസർച്ച് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ ഡിസ്ക്രിപ്റ്റീവ് ആക്കി മാറ്റുന്നത്? അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് മലയാളത്തിൽ വിവരിക്കുക എന്നാണ് അല്ലേ. ഡിസ്ക്രിപ്ഷൻ എന്ന വാക്കുകൊണ്ട് വിവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വിവരണം, അല്ലെങ്കിൽ അത് എന്തിനെയോ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ദാരിദ്ര്യം എത്രത്തോളമാണ്, ഒരു സമൂഹത്തിലെ ക്രൈം റേറ്റ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നാച്ചുറൽ സയൻസിലേക്ക് വന്നാൽ ഒരു ചെടിയുടെ സ്വഭാവ സവിശേഷതകൾ, അതിൻ്റെ ഇലയുടെ ഷേപ്പ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും ചെയ്യുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ചാണ്. അത് ശരിക്കും അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ നിലവിലുള്ള അതിൻ്റെ അവസ്ഥ വച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ കിടപ്പ് വശം, ഒരു പ്രത്യേക കാര്യത്തിൻ്റെ കിടപ്പ് വശം എങ്ങനെയാണ് എന്ന് പറയലാണ് ശരിക്കും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഈ പഠിക്കുന്ന ആളിന്, ഈ റിസർച്ചർക്ക് നേരിട്ട് കൺട്രോൾ ഒന്നും തന്നെ ഇല്ല. ആ വിഷയത്തെ അതിൻ്റെ കിടപ്പ് വശം എങ്ങനെയാണെന്ന് വിവരിക്കുന്നതിനപ്പുറം അയാൾക്ക് അതിൽ നേരിട്ട് കൺട്രോൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ പലപ്പോഴും അതൊരു 2 കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യലോ, 2 കാര്യങ്ങൾ തമ്മിൽ പരസ്പരം കോറിലേറ്റ് ചെയ്യുന്നതിനോ, ഒന്ന് കാരണം മറ്റൊന്നുണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കോറിലേഷനൊക്കെ പറയുകയാണ് പലപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത്. അനലിറ്റിക്കൽ റിസർച്ചാണ് പൊതുവെ നമ്മൾ ഫിസിക്സ് പോലുള്ള നാച്ചുറൽ സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പരിചയമുള്ള റിസർച്ച്. അവിടെ റിസർച്ചർക്ക് കൂടുതൽ കൃത്യമായിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ വസ്തുതകളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇൻഫർമേഷനും ഉപയോഗിക്കേണ്ടി വരും. അതായത് നിലവിലുള്ള ഇൻഫർമേഷനും വസ്തുതകളും ഉപയോഗിച്ച് കൂടുതൽ പുതിയ വസ്തുതകൾ കണ്ടെത്താനും പുതിയ കണക്ഷൻസ് തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തലുമൊക്കെയാണ് അനലിറ്റിക്കൽ റിസർച്ചിലൂടെ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ പലപ്പോഴും വസ്തുതകൾ കുറച്ചുകൂടി കണിശമായിട്ട്, കുറച്ചുകൂടി കർക്കശമായിട്ട്, സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളതിന് അനലിറ്റിക്കൽ റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് റിസർച്ച് ക്ലാസിഫിക്കേഷൻ അപ്ലൈഡ് റിസർച്ച് വേഴ്സസ് ഫണ്ടമെന്റൽ റിസർച്ച്. അതെന്താണെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എയിംഡ് അറ്റ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. അതായത് നമ്മൾ മുമ്പിലുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആ പ്രത്യേക ടാർഗറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഗവേഷണത്തെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഫണ്ടമെന്റൽ റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മെയിൻലി കൺസേൺ വിത്ത് ജനറലൈസേഷൻ ആൻഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് എ തിയറി. നമ്മൾ സാധാരണ പഠിക്കുന്ന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറികൾ ഉണ്ടാക്കുന്നത്. തിയറി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള യൂണിവേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഫിനോമിനെ കുറിച്ചോ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു കാര്യകാരണ ബന്ധം അന്വേഷിച്ച് കണ്ടെത്തലാണ്. അപ്പം അതിനുവേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകൃതിയിൽ നടക്കുന്ന മിക്ക വിഷയങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബയോളജി ആകട്ടെ, ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇതെല്ലാം ശരിക്കും ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെ ടേംസിലാണ് വരാറുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഒരു രോഗം സമൂഹത്തിൽ കൂടുതൽ ആളുകൾ രോഗികളാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ ആ രോഗികളുടെ എണ്ണം കുറയ്ക്കാനുള്ള സാഹചര്യം എങ്ങനെ സാധിക്കാം, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ആകുമ്പോൾ അപ്ലൈഡ് റിസർച്ചാണ്. നമ്മുടെ മുമ്പിൽ പ്രത്യേക ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവുണ്ടാക്കാൻ വേണ്ടി,
ശരിക്കും റിസർച്ച് ഫോർ ദ സേക്ക് ഓഫ് റിസർച്ച് എന്ന് പറയാം. അറിവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, കൗതുകത്തിന്റെ പുറത്തോ ഒക്കെ അറിവുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന റിസർച്ചിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രത്യേക ടാർഗറ്റ്, ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയും. മിക്കവാറും മാത്തമാറ്റിക്സിലും നാച്ചുറൽ സയൻസിലും ഒക്കെ ഉള്ളത് ഫണ്ടമെന്റൽ റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് സൈഡിലേക്കുള്ള റിസർച്ച്, ഒരു പാലത്തിന്റെ ബിൽഡിംഗ് സ്ട്രെങ്ത് എങ്ങനെ കൂട്ടാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന റിസർച്ച് എപ്പോഴും അപ്ലൈഡ് റിസർച്ചിന്റെ പരിധിയിലാണ് വരിക. ഇനിയുള്ളത് ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് നമ്മൾ മുമ്പോട്ട് റിസർച്ച് അപ്രോച്ചസ് എന്ന അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി മനസ്സിലാക്കാവുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ, ഒന്ന് ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മറ്റേത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ക്വാണ്ടിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്? അവിടെ നമ്മളെല്ലാം കൃത്യമായ അളവുകളുടെ ടേംസിൽ വേണം പറയാൻ, അവ തമ്മിലുള്ള ബന്ധം ഇത്ര അളവുകളിൽ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണിശതയില്ല, മറിച്ച് അതിന്റെ ഒരു ഏകദേശ രൂപം, അതിന്റെ ഒരു ടൊട്ടാലിറ്റിയെ കുറിച്ച്, മൊത്തം ആകെ തുകയെ കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴും പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ക്വാളിറ്റേറ്റീവ് ഫിനോമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫിനോമിന റിലേറ്റിംഗ് ടു ക്വാളിറ്റി ഓർ കൈൻഡ്, എന്ത് തരത്തിൽപ്പെട്ടതാണ് എന്നൊക്കെയുള്ള വർഗീകരണമാണ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനാണ് പലപ്പോഴും ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ റിസർച്ച് വേഴ്സസ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷനാണ്. കോൺസെപ്ച്വൽ റിസർച്ച് പൊതുവെ നമ്മൾ നാച്ചുറൽ സയൻസ് ആൾക്ക് അത്ര പരിചയമുള്ളതായിരിക്കില്ല. അതായത് കൂടുതലും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, അമൂർത്തമായ, നമുക്ക് മലയാളത്തിൽ പറയാം, നമുക്ക് പെട്ടെന്ന് തൊട്ടോ കണ്ടോ ഒന്നും കാണിക്കാൻ കഴിയാത്ത ഫിനോമിനായിരിക്കും പലപ്പോഴും അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും തത്വചിന്തകരും ഒക്കെയാണ് ഇതിനു വേണ്ടി, ആർട്ടിസ്റ്റുകളും കലാരംഗത്തുള്ളവരും തത്വചിന്തകരും ഒക്കെയാണ് പലപ്പോഴും കോൺസെപ്റ്റുവൽ റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, അറിവിന്റെ സ്വഭാവം എന്താണ്, ഇങ്ങനൊരു ചോദ്യം ഉണ്ടെന്ന് വരുന്നത്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് നോളജ്? ഇത് വളരെയധികം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അത് ചിന്തിക്കുന്നതിന് ഇപ്പോൾ എങ്ങനെയാണ് രൂപത്തിന്റെ, സൗന്ദര്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കോൺസെപ്ച്വൽ റിസർച്ചാണ്. അതിനുള്ളിൽ അത് ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയകളാണ്, അമൂർത്തമായിട്ടുള്ള ഐഡിയകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് നേരിട്ടുള്ള എക്സ്പീരിയൻസിലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളിലോ ഒക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എംപിരിക്കൽ റിസർച്ച് എന്ന് പറയും. ഇപ്പോൾ നമ്മളുടെ നാച്ചുറൽ സയൻസിലൊക്കെ ആദ്യകാലത്തെ എല്ലാ സിദ്ധാന്തങ്ങളും ബേസിക്കലി എംപിരിക്കൽ റിസർച്ചിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ട്, മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേരിട്ടുള്ള ഒബ്സർവേഷനുകളിലൂടെയും ഒക്കെ കണ്ടെത്തുന്ന അറിവാണ്. അതുപോലെ ഗ്യാസ് ലോസ്, നിങ്ങൾ ചോൾസ് ലോ എന്നും ബോയിൽസ് ലോ എന്നും യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻസും ഒക്കെ പഠിച്ച് ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ്, അതെല്ലാം ഓരോരോ ഗവേഷകർ അവരുടെ ലബോറട്ടറിയിലും ഒക്കെ ഗ്യാസിനെ നേരിട്ട് ഒബ്സർവ് ചെയ്ത്, അത് പ്രഷർ കൂട്ടുമ്പോഴോ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴോ അത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന നേരിട്ടുള്ള ഒബ്സർവേഷനിലൂടെ എംപിരിക്കലായിട്ടാണ് അവർ അത്തരം ഫാക്ട്സിലേക്ക്, അത്തരം തിയറികളിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയാണ് നമ്മൾ കോൺസെപ്ച്വൽ റിസർച്ച് എന്നും എംപിരിക്കൽ റിസർച്ച് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് റിസർച്ച് അപ്രോച്ചസ് എന്താണെന്ന്, രണ്ട് തരത്തിലുള്ള റിസർച്ച് അപ്രോച്ചസ് ആണ് പൊതുവിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക. ഒന്ന്, അത് നമ്മൾ നേരത്തെ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന ടേംസിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് രണ്ട് തരത്തിലുള്ള റിസർച്ച് അപ്രോച്ച്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സംസാരിക്കുന്നത് ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ, കൂടുതൽ കണിശമായ കൃത്യമായ അളവുകളുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വിളിക്കും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ ക്വാളിറ്റി ഓർ കൈൻഡ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാരണത്തിന്റെ എന്ത് തരത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ സംസാരിക്കുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് ജനറലി ജനറേഷൻ ഓഫ് ഡേറ്റ അതിനകത്തുണ്ടാകും. അതായത് നമ്മൾ വസ്തുതകൾ, ഇന്ന് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ എന്ന വാക്ക് ഡേ ബൈ ഡേ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലുള്ള ഡേറ്റ ഉണ്ടാക്കുകയും അതുപയോഗിച്ച് അതിനെ പിന്നെ വളരെ കൃത്യമായി അനാലിസിസിന് വിധേയമാക്കി ഓരോരോ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ തന്നെ നമുക്ക് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ കഴിയാറുണ്ട്. ഒന്ന് ഇൻഫറൻഷ്യൽ റിസർച്ച്, രണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ച്, മൂന്ന് സിമുലേഷൻ റിസർച്ച് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇൻഫറൻഷ്യൽ റിസർച്ച് എന്ന് ആദ്യം നോക്കണം. അപ്പോൾ ഈ ഇൻഫറൻഷ്യൽ റിസർച്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതിനകത്ത് ടു ഫോം എ ഡേറ്റാബേസ്, ഒരു അറിവുകളുടെ ഒരു സമാഹാരം ഉണ്ടാക്കി വെച്ച് അതിൽ നിന്നും ഓരോന്നിന്റെയും ചില പ്രത്യേകതകൾ, അതിലുള്ള ഓരോന്നിന്റെയും പ്രത്യേകതകളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവും റിലേഷൻഷിപ്സും ഒക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇൻഫറൻഷ്യൽ റിസർച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരം റിസർച്ചിന്റെ മെത്തേഡ്, അത് നമ്മൾ ആ ഗവേഷണം ക്യാരി ഔട്ട് ചെയ്യുന്നത് സർവേയുടെ ഫോമിലൊക്കെ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സർവേ നടത്തും. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ
ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കാം, ഒരു സ്ഥലത്തെ രോഗികളുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ ആളുകളുടെ അവരുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആഹാരം എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു വലിയ ഡാറ്റാബേസ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് പണ്ട് കാലം മുതലേ അറിയുന്ന ഒരു കാര്യമായിരുന്നില്ല സിഗരറ്റ് സ്മോക്കിങ്ങിലൂടെ ക്യാൻസർ ഉണ്ടാകുന്നത്. അത് 1950 60കളിലൊക്കെ ആയിട്ട് കുറേയേറെ ആളുകൾ, ഗവേഷകർ നടത്തിയ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഫറൻഷ്യൽ റിസർച്ചിൽ നിന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതായത് ലങ് ക്യാൻസർ ഉണ്ടാകുന്ന ആളുകളുടെ കണക്കെടുത്തു, അതിൽ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചു, അവരിൽ എത്ര പേർ പുകവലിക്കുന്ന ആൾക്കാരാണെന്ന് പരിശോധിച്ചു, അവരിൽ എത്ര പേർ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആഹാരം കഴിക്കുന്നവരാണെന്ന് പരിശോധിച്ചു. അങ്ങനെ നോക്കി പുകവലിക്കുന്ന ആളുകളും ലങ് ക്യാൻസർ ഉണ്ടാകുന്ന ആളുകളും തമ്മിലുള്ള ഒരു കോറിലേഷൻ പഠിച്ചു. അത് എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം കൂടുതൽ പേർ പുകവലിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ക്യാൻസർ രോഗികളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ വളരെ റിഗറസ് ആയിട്ട് ഒരു ഡാറ്റാബേസിൽ നിന്നും ഇൻഫറൻഷ്യൽ ആയിട്ടാണ് നമ്മൾ പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇൻഫറൻഷ്യൽ റിസർച്ച് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എക്സ്പെരിമെന്റൽ റിസർച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഫിസിക്സിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു റിസർച്ച് അപ്രോച്ചാണ് എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളിന് അല്ലെങ്കിൽ ആ റിസർച്ച് ചെയ്യുന്ന ആളിന് അയാൾ എന്തിനാണ് പഠിക്കുന്നത് അതിന്റെ പല ഘടകങ്ങളുടെയും മേൽ കുറച്ചുകൂടി കൃത്യമായ ഒരു കൺട്രോൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒരു വസ്തുവിന്റെ ബോയിലിംഗ് പോയിന്റ് മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് അതിലേക്ക് കൊടുക്കുന്ന ഹീറ്റിന്റെ അളവ് കൺട്രോൾ ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ ടെമ്പറേച്ചറിന്റെ അളവ് കൺട്രോൾ ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ പ്രഷർ, ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ റിസർച്ച് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ഘടകങ്ങളുടെ മേൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു കൺട്രോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി അതെങ്ങനെ സ്വാധീനിക്കുന്നു. ഇപ്പോൾ ടെമ്പറേച്ചർ മാറ്റി മാറ്റി അതെങ്ങനെയാണ് ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടിയെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ റിസർച്ചിലൂടെ പഠിക്കാൻ സാധിക്കും. പക്ഷെ എല്ലായിടത്തും നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ച് സാധ്യമല്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്താണെന്നൊരു ചോദ്യമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് കരുതാം. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യുക? കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോടൊപ്പം വളർത്തുക, മാതാപിതാക്കൾ ഇല്ലാതെ മാറ്റി വളർത്തുക, ഇങ്ങനെയൊന്നും സാധിക്കില്ല. കാരണം അതിനകത്തൊക്കെ ഒരുപാട് എത്തിക്കൽ കൺസേൺ ഉണ്ട്. നമുക്ക് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കുട്ടിയെ എടുത്ത് വേറൊരിടത്ത് കൊണ്ടുപോയി പരീക്ഷണാർത്ഥത്തിൽ വളർത്താണെന്നുള്ള സാഹചര്യം നമ്മുടെ നിലവിലില്ല. അപ്പോൾ എക്സ്പെരിമെന്റൽ അപ്രോച്ച് വളരെ പവർഫുൾ ആണെങ്കിലും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് സിമുലേഷൻ അപ്രോച്ച് എന്നാണ്. അതിനകത്ത് കൂടുതലും ഉള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശേഷം അതിനകത്ത് നടത്തുന്ന പരീക്ഷണങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള മനസ്സിലാക്കാനുള്ള ഉദാഹരണത്തിന് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോറിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുപാട് നേരം നിന്ന് പഠിക്കാനുള്ള മാർഗ്ഗമില്ല, കാരണം അത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ അതിന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിലുള്ള സാഹചര്യങ്ങൾ, അതിന്റെ ടെമ്പറേച്ചർ, അവിടെയുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ നേച്ചർ, ഏത് തരം റേഡിയേഷനാണ് അവിടെ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ കൃത്രിമമായിട്ട് സിമുലേറ്റ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പലപ്പോഴും അത് ആക്ച്വലി ക്യാരി ഔട്ട് ചെയ്യുക, അങ്ങനെ ഒരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എക്സ്പെരിമെന്റലായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത് സിമുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ആ റോഡിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ വണ്ടിയുടെ സ്വഭാവവും റോഡിന്റെ കിടപ്പും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു മോഡൽ സിമുലേറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ അതിലെ പല ഘടകങ്ങൾ മാറ്റി മാറ്റി നോക്കും. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണോ ഫലപ്രദമായിട്ട് ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ എൻവയറൺമെന്റ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ശേഷം അതിൽ നടത്തുന്ന പഠനങ്ങൾ, അതിനെയാണ് നമ്മൾ സിമുലേഷൻ അപ്രോച്ച് എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിന്റെ 3 തരത്തിലുള്ള അപ്രോച്ചുകളാണ്. അതിനുള്ളിലുള്ള 3 തരം സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇൻഫറൻഷ്യൽ, എക്സ്പെരിമെന്റൽ ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നത് മനോഭാവങ്ങൾ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുകളും അഭിപ്രായങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ ഉള്ള അതിന്റെ ഒരു സബ്ജക്റ്റീവ് അസസ്മെന്റ് ആണ്. സബ്ജക്റ്റീവ് അസസ്മെന്റ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ അതിന് സബ്ജക്റ്റീവ് വേഴ്സസ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ സയൻസിൽ ഒരു ഓപ്പോസിറ്റ് നേച്ചർ പറയാം. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാണ് എന്ന ചോദ്യം, അതൊരു പക്ഷേ ഹരിഹരനാണോ അല്ലെങ്കിൽ
നമ്മുടെ യേശുദാസാണോ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഒബ്ജക്റ്റീവായിട്ടൊരു ഉത്തരം പറയാൻ കഴിയില്ല. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മറുപടി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് വ്യക്തി പറയുന്ന ആളിന്റെ സ്വഭാവത്തിനനുസരിച്ച് ആളിനനുസരിച്ച് മാറും ആ ഉത്തരം. അപ്പൊ അങ്ങനെയുള്ള അസസ്മെന്റുകളാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ് നമ്മുടെ ലോകത്തിലെ മാറ്റിമറിച്ച റിസർച്ചിൽ കൂടുതൽ, പ്രത്യേകിച്ച് സയൻസ്, ബേസിക് സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസുള്ള വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിൽ നടക്കുന്ന റിസർച്ചുകളുടെ ബഹുഭൂരിപക്ഷവും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണെന്ന് പറയാം. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് അങ്ങനെ ഒരു റിജിഡ് സ്വഭാവമില്ല. പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ പലതരത്തിലുള്ള റിസൾട്ട് ഉണ്ടായേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ ദാരിദ്ര്യവും അവിടുത്തെ ക്രൈം റേറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമൂഹത്തിലും ഒരേ തരത്തിലുള്ള കോറിലേഷൻ ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതുപോലെ അവിടെ ഉണ്ടാകുന്ന റിസൾട്ട്, ആ റിസർച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. അതായത് കൃത്യമായ അളവുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി സബ്ജക്ട് ടു റിഗറസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനകത്ത് പരസ്പരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലുള്ള ഓപ്പറേഷൻസിനൊന്നും സാധിക്കാത്ത തരത്തിലുള്ള ഡേറ്റ ആയിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നിന്നും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി പലപ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യുന്ന ചോദ്യം, റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സിഗ്നിഫിക്കൻസ്. റിസർച്ചിനെ ഒരു സ്ഥലത്ത് ഗവേഷണം നടക്കുമ്പോൾ അത് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമായി ബാധിക്കും, എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമുക്കൊരു 7 പോയിന്റുകൾ ഒന്നൊന്നായിട്ട് പറയാൻ സാധിക്കും. അതായത് സമൂഹത്തിൽ റിസർച്ച് വഹിക്കുന്ന പങ്ക് എന്താണ്, എന്തൊക്കെ രീതിയിലാണ് അത് ഗുണകരമായിട്ട് മാറുന്നത്. ഒന്ന്, റിസർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ടു ഗ്യാദർ നെസസറി ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ നമുക്ക് ചില വിവരങ്ങൾ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഐസ്ക്രീം കച്ചവടം നടത്താം, അല്ലെങ്കിൽ ചെരുപ്പ് വിൽക്കുന്ന ഒരു കട തുടങ്ങാം, ബാഗ് വിൽക്കുന്ന ഒരു കട തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ആ കട തുടങ്ങിയാൽ എത്രത്തോളം ലാഭകരമായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ചില അടിസ്ഥാന വിവരങ്ങൾ ആവശ്യമാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾ അന്റാർട്ടിക്കയിൽ ഐസ് കച്ചവടം നടത്തുക എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഐസ്ക്രീം വിൽക്കുന്ന ഒരു കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് അന്റാർട്ടിക്കയിൽ തുടങ്ങുന്നത് ലാഭകരമായിരിക്കും. കാരണം അന്റാർട്ടിക്കയിൽ എവിടെ നോക്കിയാലും ചുറ്റും ഐസാണ്. അപ്പൊ അവിടെ ഐസ്ക്രീമിന് ഡിമാൻഡ് ഉണ്ട്. ഐസ്ക്രീമിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് ചൂടുള്ള പ്രദേശങ്ങളായിരിക്കും, അല്ലെ? അപ്പൊ അതുപോലെ അതുപോലെ മറ്റ് ഇപ്പോൾ ഒരുപാട് പണക്കാരുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബർഗറോ പിസയോ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്ന കട തുടങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും നാട്ടിൻപുറത്ത് വന്നിട്ട് വളരെ മുന്തിയ, അതായത് ഒരു ഗ്ലാസ്സിന് 1000 രൂപ ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക്, അല്ലെങ്കിൽ അത്രയും പോഷ് ആയിട്ടുള്ള ഡ്രിങ്ക് വിൽക്കുന്ന ഒരു കട തുടങ്ങാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചില അടിസ്ഥാന മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയുള്ള ആളുകൾ നിങ്ങൾ വിൽക്കാൻ പോകുന്ന സാധനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ളവരാണോ, നിങ്ങൾ വിൽക്കുന്ന സാധനം അവിടെ ആ സമൂഹത്തിന് എത്രത്തോളം ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ വിവരം കളക്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഒരു റിസർച്ചിന്റെ ആവശ്യം വരും. ആ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പദ്ധതി വിജയകരമാവുമോ അല്ലയോ തീരുമാനിക്കപ്പെടുന്നത്. അടുത്ത ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത്, നമ്മളുടെ റിസർച്ച് പലപ്പോഴും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടും, ടു മേക്ക് ചേഞ്ചസ്. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോളിസികൾ എടുക്കുക. ഇപ്പോൾ ഇൻഡസ്ട്രികളിൽ നിന്നോ വ്യവസായശാലകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മുടെ അന്തരീക്ഷത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ കാലാവസ്ഥയെ മാറ്റാൻ മനുഷ്യന്റെ ഇടപെടലുകൾ എങ്ങനെ കാരണമാകുന്നു, ഇതെല്ലാം ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾക്ക് ഈ എൻവയറൺമെന്റൽ പോളിസികൾ, പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിനു പിന്നിലും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിലും റിസർച്ചിന്റെ ആവശ്യം വരും. ഇനി അതുപോലെ ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇപ്പൊ നമ്മളുടെ ചുറ്റും നോക്കിയാൽ ഈ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ വെറുതെ ചുറ്റും നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു കോവിഡ് ഭീതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അടച്ചിരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസം നടത്താം, അതിനു വേണ്ടിയിട്ട് എങ്ങനെ സാങ്കേതികവിദ്യകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യകൾ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണിന്റെ രൂപത്തിലുള്ള സാങ്കേതിക വിദ്യകൾ, അതുപോലെ ടെലിഫോൺ എങ്ങനെയാണ്, ടെലിഫോണിൽ നിന്നിപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു കാണാം, വീഡിയോ കോൺഫറൻസിങ്ങിന്റെ ഒക്കെ ലെവലിലേക്ക് എത്തി നിൽക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വാഹന സൗകര്യങ്ങൾ, വിമാനങ്ങൾ, മറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യകൾ, നമ്മളുടെ വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കൂട്ടുന്നതിനുള്ള മിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള റിസർച്ചിന്റെ ഔട്ട്പുട്ടായിട്ടാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അടുത്തൊന്ന്, റിസർച്ച് ക്യാൻ ഹെൽപ്പ് us ടു മേക്ക് ലൈഫ് സേഫർ. മനുഷ്യന്റെ ജീവിതം എല്ലാ കാലത്തും ഇതുപോലെ സുരക്ഷിതമൊന്നും ആയിരുന്നില്ല.
കാരണം കഷ്ടിച്ച് ഒരു 100 വർഷം മുമ്പ് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റ സ്ട്രെച്ചിൽ മരിച്ചു പോകുന്ന ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ വലിയ അളവിൽ ഒരുപാട് പേർക്ക് കഴിക്കാവുന്ന ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ അതിനെ ഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അത് അധികം കേൾക്കാറില്ല എന്നുണ്ടെങ്കിലും പണ്ടൊരു കാലത്ത് അതൊക്കെ വലിയ ശാസ്ത്രീയ ഗവേഷണത്തിന്റെ ഫലമായിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഇതുപോലുള്ള വൈറൽ ഔട്ട് ബ്രേക്കുകൾ, വൈറസിന്റെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിലും നമ്മൾ ശാസ്ത്രത്തിലാണ് ഒറ്റ നോക്കുന്നത്, നമ്മുടെ ഗവേഷണത്തിലൂടെയാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളിൽ ഇപ്പോഴും വരുന്നുണ്ട് ഇതിനു വേണ്ടി വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്ന റിസർച്ച്. അപ്പോൾ മനുഷ്യന്റെ പല കാര്യങ്ങളിലെയും ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമുക്ക് റിസർച്ചിന്റെ ആവശ്യമായിട്ട് വരും. അതുപോലെ ടു നോ ദ ട്രൂത്ത്, നമുക്ക് പല കാര്യങ്ങളും സത്യാവസ്ഥ അറിയണമെന്നുണ്ട്. അത് നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പല ആളുകൾ മനസ്സിലാക്കിയിരുന്നത് തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഒരു പരന്ന വസ്തുവാണ് എന്നാണ് പണ്ടൊക്കെ ആളുകൾ കരുതിയിരുന്നത്. അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലത്തെ റിസർച്ച് വേണ്ടി വന്നിരുന്നു. അതുപോലെ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചന്ദ്രനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ വൻമതിൽ കാണാമായിരുന്നു എന്ന് ഒരുപാട് കാലം ആളുകൾ വിശ്വസിച്ചിരുന്നു, ഒരുപാട് പേര്. പക്ഷേ അത് ഇന്നിപ്പോൾ നമ്മളുടെ അതിനുശേഷമുള്ള സാറ്റലൈറ്റിലൂടെയുള്ള റിസർച്ചും സ്പേസ് ട്രാവലിലൂടെയൊക്കെ നമുക്കറിയാം, ചന്ദ്രനിൽ നിന്ന് നമുക്ക് ഒരിക്കലും വൻമതിൽ പോയിട്ട് ഭൂമിയിലെ മിക്ക വസ്തുക്കളും നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അവ്യക്തമായിരിക്കും നമുക്ക് ഇന്നറിയാം. അങ്ങനെ നമ്മൾ പണ്ട് കാലം മുതലേ വിശ്വസിച്ച് വരുന്ന പല കള്ളങ്ങളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും ഒക്കെ ശരിയാണ്. അല്ലാതെ അതിൻ്റെയൊക്കെ ശരിയായ വശം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് റിസർച്ച് വളരെയധികം സഹായമായിട്ടുണ്ട്. അതുപോലെ ടു എക്സ്പ്ലോർ അവർ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രം പരിശോധിക്കുന്നതിന് വേണ്ടി. അത് നമ്മുടെ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ രാജാവ് കുളം കുഴിച്ചതോ അത് മാത്രമല്ല. പൊതുവെ നമ്മൾ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നുകൊണ്ട് പഠിക്കുന്നത് അത് മാത്രമായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഗ്രഹമായ ഭൂമിയുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഭൂമി ജീവിക്കാൻ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാൻ തരത്തിലുള്ള ക്വാളിറ്റി അറ്റൈൻ ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്ക് റിസർച്ചിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. പിന്നെ അതുപോലെ ടു അണ്ടർസ്റ്റാൻഡ് ആർട്സ്, നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കലാസൃഷ്ടികളെ ആസ്വദിക്കുന്നതിന് നമുക്ക് പലപ്പോഴും എന്തിന്റെ ആവശ്യമാണ്? റിസർച്ചിന്റെ ആവശ്യം. ആർട്സിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിലൊക്കെ ഓരോ കവിയുടെ കവിതകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പൊതുവായ സവിശേഷതകളോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് മനുഷ്യന് പല രീതിയിലുള്ള ആസ്വാദനവും ബുദ്ധിപരമായിട്ടുള്ള ഒരു തൃപ്തിയും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ കലാരംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. നമസ്കാരം.